മാത്യു കുഴൽനാടൻ നേരത്തെ IGST അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു വലിയ രീതിയിൽ പ്രകമ്പനം ഉണ്ടാക്കി. പിന്നീട് IGST അടച്ചു എന്ന് തെളിയിച്ചു. ഞാൻ IGST അടച്ചിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ മാപ്പ് പറയാം എന്ന് പറഞ്ഞു. മാപ്പ് പറയാതെ ആ പാവം രക്ഷപ്പെട്ടതാണ്. പിന്നീട് മൂവാറ്റുപുഴ കോടതി, വിജിലൻസ് കോടതിയിൽ ഈ വിഷയം വന്നതാണ്. മൂവാറ്റുപുഴ കോടതി തള്ളിയതാണ്. ഹൈക്കോടതിയിൽ അപ്പീൽ പോയതാണ്. ഹൈക്കോടതി അത് മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഒരാൾക്ക് പോലും നോട്ടീസ് അയച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയും വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിനകത്ത് 3 കാര്യങ്ങളാണ് പ്രധാനമായും വിധിന്യായത്തിൽ പറയുന്നത്. ഒന്ന്, കേമമല IREL എന്ന് പറയുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖനനം ചെയ്യാം മണൽ. അതിനുശേഷം അവർക്ക് ആ ഖനനത്തിലൂടെ ലഭിക്കുന്ന ധാതുക്കൾ കമ്പനികൾക്ക് വിൽക്കാം. ഇതാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അവരുടെ വ്യവസായം എന്ന് പറയുന്നത്. ആ വ്യവസായത്തിലൂടെയാണ് അവർ CMRLന് ഖനനം ചെയ്ത ധാതുക്കൾ നൽകിയിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടന്നതായി കണ്ടെത്തിയിട്ടില്ല എന്നു മാത്രമല്ല, ഖനനത്തിനുള്ള അനുമതി കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിട്ടുണ്ട് എന്നും ഇപ്പോഴത്തെ വിജിലൻസ് വിധിയിൽ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേത് എന്ന് പറയുന്നത്, ഭൂപരിഷ്കരണ നിയമത്തിലെ ലാൻഡ് സീലിംഗിൽ ഇളവ് നൽകണം എന്ന ആവശ്യത്തിൽ CMRLന് അനുകൂലമായ തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തു എന്നുള്ളതാണ്. അക്കാര്യത്തിനകത്തും വിജിലൻസ് കോടതി വ്യക്തമായ പരിശോധന നടത്തി അങ്ങനെ ഒരു ലാൻഡ് സീലിംഗിൽ ഇളവ് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. KREML എന്ന പഴയ കമ്പനി അതിന് അനുകൂലമായ തീരുമാനം എടുക്കണമായിരുന്നുവെങ്കിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 2 അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിധിന്യായം ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്ന്, ജില്ലാ കലക്ടറുടെ അനുകൂല റിപ്പോർട്ട് കിട്ടിയ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അപേക്ഷ പുനഃപരിശോധിക്കണമെന്ന് കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോൾ. ഈ 2 ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാർ KREMLന് അനുകൂലമായ തീരുമാനം എടുത്തിട്ടില്ല. മാത്രമല്ല, തനിക്ക് കിട്ടിയിട്ടുള്ള അപേക്ഷ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ പരിശോധിക്കാനാണ് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ലാൻഡ് സീലിംഗ് ഒഴിവാക്കുന്നതിനായി ഇളവ് തേടി KMREL നൽകിയ അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള ഉത്തരവ് 28/4/2023, 25/10/2023. CMRLന് എക്സാലോജിക്കിന് 1.72 കോടി രൂപ നൽകിയിരിക്കുന്നത് ഈ തീയതിക്ക് മുമ്പാണ്. അതായത് 1.72 ശേഷവും യാതൊരു ആനുകൂല്യവും സർക്കാർ നൽകിയിട്ടില്ല എന്നാണ് വിധിന്യായത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും അക്കാര്യത്തിലൊരു വിശദമായ പരിശോധന നടത്തുക തന്നെ ചെയ്തിട്ടുണ്ട് വിജിലൻസ് കോടതി എന്ന് നമുക്ക് കാണാവുന്നതാണ്. മൂന്നാമത്തേത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇതെന്നുള്ളതാണ്. നമുക്ക് ഇവിടെ വീണ വിജയൻ, പിണറായി വിജയൻ, എക്സാലോജിക്ക്, ഈ 3 പ്രതികളാണ് ആകെ മാത്യു കുഴൽനാടൻ്റെ ഹർജിയിലുള്ളത്. അതിനപ്പുറത്തേക്ക് 65 കോടി കിട്ടിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ വേറെയുണ്ട്. അവരുടെ കാര്യത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന സംശയവും വിജിലൻസ് കോടതി പ്രകടിപ്പിക്കുന്നു എന്നതോടുകൂടി ആ ഹർജിയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇതിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാനതിനകത്ത് തുടക്കം മുതൽ എടുത്തിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മലയാള മനോരമ പോലൊരു പത്രം മാസപ്പടി എന്ന പേരിട്ടിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും അതിൻ്റെ നേതാക്കൾക്കെതിരെയും ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇന്ത്യയിലെ ആകെ മാധ്യമങ്ങളുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആകുലപ്പെടുന്ന ഒരാളാണ് ഞാൻ. മലയാള മനോരമയെ പോലുള്ള ഇത്രയും വിഭവശേഷിയുള്ള ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ശരിയായ രൂപം ലോകത്തിന്, കാരണം ഇത്രയധികം മാധ്യമ വായനയുള്ള ഒരു ഭൂപ്രദേശം വരെ ഉണ്ടാവില്ല, ശരിയായ രൂപം കാണിച്ചു കൊടുക്കാനുള്ള വിഭവം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇൻഡസ്ട്രി ബാക്കപ്പ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിനുള്ള മാധ്യമ പ്രവർത്തക വ്യൂഹമുണ്ട്, ചെയ്യാവുന്നതാണ്. പക്ഷേ അവർ ചെയ്യുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? പിണറായി വിജയൻ എന്തെങ്കിലും കിട്ടുമോ നോക്കുക, CPM-കാർക്കെതിരെ എന്തെങ്കിലും കിട്ടുമോ നോക്കുക. ആ നിലയിൽ വളരെ സങ്കുചിതമായ രീതിയിൽ ഒരു പേരൊക്കെ ഇട്ടിട്ടാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അത് ഇവിടുത്തെ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായ കാര്യമാണ് എന്നുള്ളതാണ്. ഇവിടെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ പോയ ഒരു കേസ്, അതിൻ്റെ സെയിം കോഴ്സ് ഓഫ് ആക്ഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾ നേരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലേക്കും വരിക. എന്താ മൂവാറ്റുപുഴ കോടതിയിൽ വന്ന ഒരു കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലേക്ക് വരാൻ കാരണം? ഒരു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലേക്ക് ഒരു ഹർജി കൊടുക്കുക, എന്നിട്ട് ആ ഹർജിയിൽ ഏതെങ്കിലും തരത്തിൽ ഡിഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് ആ കോടതി നടപടികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഡിഫക്റ്റ് കൂടി ഒഴിവാക്കിക്കൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലേക്ക് വരിക. ഒന്ന് പ്രോക്സി ആണെങ്കിൽ മറ്റത് മെയിൻ ആൾ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊന്നും ലീഗൽ എത്തിക്സ് അല്ല. ആ നിലയിൽ തന്നെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുക. പിന്നെ
ഇതിനകത്ത് രണ്ടാമത്തെ ഘട്ടം എന്താണ്? SFIO അന്വേഷണം. നമുക്കറിയാം കേരള ഹൈക്കോടതിയിൽ ഈ വിഷയം വന്ന സമയത്ത് SFIO അന്വേഷണത്തിന് എതിരായിട്ടുള്ള നിലപാടാണ് കേരള ഹൈക്കോടതി എടുത്തിട്ടുള്ളത്. പകരം ROC അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നാണ്. ROC അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുവെങ്കിൽ തന്നെ അന്നാണ് PC ജോർജും മകനും, നേരത്തെ സുജയോട് ചൂണ്ടിക്കാണിച്ച PC ജോർജും മകൻ ഷോണും ഡൽഹിയിൽ പോയി BJP ചേരാൻ ഒരുങ്ങിയത്. അവരുടെ ഒരു ആവശ്യമായിരുന്നു SFIO അന്വേഷണം. ആ ആവശ്യത്തിന് SFIO അന്വേഷണം കൊടുത്തു എന്നല്ലാതെ SFIO അന്വേഷണം സംബന്ധിച്ച് അവിടെയും മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു അപജയം നമുക്ക് കാണാവുന്നതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് SFIO അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ വീണ വിജയനെ ചെന്നൈയിൽ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ വാർത്ത കൊടുത്തിട്ടില്ലേ? നമ്മുടെയൊക്കെ മൊബൈലിൽ പലതവണ വന്നിട്ടുണ്ടല്ലോ. വളരെ രഹസ്യമായ വിവരമാണ്, ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ നമ്മളെ ട്രിഗർ ചെയ്യാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കാൻ വേണ്ടി. ഒരു അന്വേഷണവും നടക്കുന്നില്ല കാര്യത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് അയക്കുകയോ വീണ വിജയനെയോ എക്സാലോജിക്കിൻ്റെ മറ്റാരെങ്കിലെയോ ഏതെങ്കിലും തരത്തിൽ അവർ അന്വേഷണ വിധേയമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ തന്നെയും പുകമറ സൃഷ്ടിക്കുക എന്നതിനപ്പുറത്തേക്ക്, രാഷ്ട്രീയമായ വൈരനിര്യാതന ബുദ്ധി എന്നതിനപ്പുറത്തേക്ക്, എലക്ഷൻ അജണ്ട എന്നതിനപ്പുറത്തേക്ക് ഒരു ചുക്കും നടക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ തുടർച്ചയായി കബളിപ്പിക്കുകയാണ്. SFIO അന്വേഷണം നടക്കില്ല എന്ന് ഞാൻ കരുതുന്നില്ല. SFIO അന്വേഷണം നടക്കും. CMRLൊക്കെ SFIO അന്വേഷണം എത്തിയിട്ടുണ്ട്. പക്ഷേ ആ SFIO അന്വേഷണം, ഞാൻ ആദ്യം മുതൽ പറയുന്നു, 68 കോടി രൂപ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ വിഴുങ്ങിയിട്ടുണ്ട്. അവരുടെ സംഭാവന എന്ന പേരിൽ അവർ ചാക്ക് കെട്ടി കൊണ്ടുപോയിട്ടുണ്ട്. ആ 68 കോടി രൂപയിൽ ഈ അന്വേഷണം നിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അവർ ഉത്തരം പറയേണ്ടി വരും. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ. ആ ഉപ്പ് തിന്ന പ്രധാനികൾ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി. ഞാൻ ഈ 3 പേര് പറയാൻ കാരണം, ഇവർ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ VD സതീശൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്ക് പണം കിട്ടിയിട്ടുണ്ട്, ഞങ്ങളാണ് ഉമ്മൻചാണ്ടിയെ പണം വാങ്ങാൻ ഏൽപ്പിച്ചിട്ടുള്ളതെന്ന്. രമേശ് ചെന്നിത്തല നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പണം വാങ്ങിയിട്ടുണ്ടെന്ന്. കുഞ്ഞാലിക്കുട്ടി നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പണം വാങ്ങിയിട്ടുണ്ട്. പിണറായി വിജയൻ്റെ PV എന്നത് എൻ്റെ പേരല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം തെളിയിക്കട്ടെ. ഞാനത് അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖത്തിലും ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം മറുപടി പറയാനും കൂട്ടാക്കിയിട്ടില്ല. ഏതായാലും ഈ പറയുന്ന 3 നേതാക്കൾ ഉത്തരം പറയേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഒരു അനക്കം വെക്കണമെങ്കിൽ അടുത്ത ഉപതെരഞ്ഞെടുപ്പ്, ഡിസംബർ മാസം ഉപതെരഞ്ഞെടുപ്പുണ്ടല്ലോ നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഈ കാലഘട്ടത്തിൽ മാത്രമേ ഇതിന് അനക്കം വെക്കുള്ളൂ. നമുക്കൊക്കെ ഈ വിഷയത്തിൽ ഇനി ഉറങ്ങാനുള്ള ദിവസങ്ങളാണ്. Meet the editors.